ഇന്ത്യയടക്കം 14 രാജ്യങ്ങൾക്കുള്ള മൾട്ടിപ്പിൾ റീ എൻട്രി വിസിറ്റ് വിസ താൽക്കാലികമായി നിർത്തിവെച്ച് സൗദി അറേബ്യ. സൗദിയിലേക്ക് ഒരേ സന്ദർശന വിസയിൽ ഒന്നിലധികം തവണ വരാൻ അനുവദിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ താൽക്കാലികമായി നിർത്തി. ഒറ്റത്തവണ മാത്രം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിലവിൽ നിയന്ത്രണമില്ല. ദീർഘകാല സന്ദർശന വിസകൾ വഴി രാജ്യത്ത് പ്രവേശിക്കുന്ന അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ജോർദാൻ, സുഡാൻ, അൾജീരിയ, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാഖ്, മൊറോക്കോ, നൈജീരിയ, ടുണീഷ്യ, യമൻ എന്നീ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണം. സന്ദർശന വിസകൾക്ക് പുറമെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം, ബിസിനസ് വിസകളും നിർത്തിവച്ചിട്ടുണ്ട്. 3 മാസത്തേക്ക് ഒന്നിച്ച് സൗദിയിൽ താമസിക്കാവുന്ന 1 വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്കാണ് നിയന്ത്രണം. ഫെബ്രുവരി 1-ാം തീയതി മുതൽ നിബന്ധന ബാധകമാക്കിയിട്ടുണ്ട്. പുതിയ നിയന്ത്രണ പ്രകാരം 14 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് നിലവിൽ സിംഗിൾ എൻട്രി വിസകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. സിംഗിൾ എൻട്രി വിസകൾ എടുക്കുന്നവർക്ക് ഓരോ 30 ദിവസവും 100 റിയാൽ ഫീസ് അടച്ച് പുതുക്കേണ്ടി വരും. ഇങ്ങനെ 2 തവണ പുതുക്കി പരമാവധി 90 ദിവസം മാത്രമേ സൗദിയിൽ താമസിക്കാനാവൂ. സിംഗിൾ എൻട്രി വിസയിൽ എത്തിയ ശേഷം കാലാവധിക്ക് മുമ്പ് സൗദിക്ക് പുറത്തു പോയാലും നിലവിലെ വിസ റദ്ദാകും. എന്നാൽ നിലവിൽ സൗദിയിൽ തുടരുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസക്കാർക്ക് അത് പുതുക്കുന്നതിന് തടസ്സമില്ലെന്ന് ജവാസത്ത് ഡയറക്ടറേറ്റ് അറിയിച്ചു. പുതിയ നിയന്ത്രണം ഹജ്ജ്, ഉംറ, നയതന്ത്ര, തൊഴിൽ വിസകളെ ബാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി.